മേയർ ഡ്രൈവർ പ്രശ്നത്തിൽ നമ്മുടെ ഡ്രൈവർ യദുവിനെ ഇന്നലെ കുറച്ച് മാധ്യമപ്രവർത്തകർ വഞ്ചിയൂർ കോടതി പരിസരത്ത് വെച്ച് എടുത്തിട്ട് കുടയുന്നതാണ്. എടുത്തിട്ടങ്ങ് അലക്കുകയാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും അല്ല കേട്ടോ, ഒരു ഒന്നോ രണ്ടോ മാധ്യമപ്രവർത്തകർ. അപ്പോൾ അവർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ നടി പുതുതായിട്ടൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണല്ലോ ഡ്രൈവർക്കെതിരായിട്ട്. ആ സംഭവ ദിവസം ഈ ഡ്രൈവറായിരുന്നോ അതോ യദു ആയിരുന്നോ വണ്ടി ഓടിച്ചിരുന്നത്? അതാണ് അവരുടെ ചോദ്യം. അപ്പോൾ യദു പറഞ്ഞു, അത് എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ജൂണിൽ, അതായത് ഏതാണ്ട് ഒരു വർഷം ആവാറാവുന്നു, അടുത്ത മാസമാകുമ്പോൾ പിന്നെ ഒരു വർഷം ആവുകയാണ്, ജൂൺ മാസം. അന്ന് വണ്ടി ഓടിച്ചിരുന്നു. അപ്പോൾ ആലോചിച്ചിട്ട് പറയാം, ഞാനത് എനിക്ക് ഓഫീസിൽ തിരക്കിയാലേ അന്നത്തെ ദിവസം ഞാൻ ഡ്യൂട്ടി കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റൂ, അത് തിരക്കിയിട്ട് പറയാമെന്നാണ്. പിന്മാറാൻ ഉദ്ദേശമില്ല. അവർ വീണ്ടും അന്ന് വണ്ടി ഓടിച്ചത് യദുവാണോ? അതെന്താ ഓർമ്മയില്ലാത്തത്? അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോന്നല്ല, അന്ന് വണ്ടി ഓടിച്ച് ആ ദിവസം, എന്നൊരു ഡേറ്റ് അവർ പറയണം, ജൂൺ 18 എങ്ങാണ്ട്. ആ ഡേറ്റിന് വണ്ടി ഓടിച്ചോ ഇല്ലോ, ആ സീറ്റിലുണ്ട്. അന്നേരം പോലീസുകാർ ചോദിക്കുന്നതിനേക്കാളും വളരെ കടുപ്പമായ രീതിയിൽ, അത് ആ ഭാഷ നമുക്ക് ആ വാർത്ത കാണുമ്പോൾ ആ മാധ്യമത്തിൽ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് അവരുടെ വ്യക്തമായിട്ട് ആ വോയിസ് കേൾക്കാം. വളരെ ഒരു കടുത്ത ഭാഷയിലാണ് ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളന്ന് വണ്ടി ഓടിച്ചിരുന്നോ ഇല്ലയോ, നിങ്ങളന്ന് ഡ്യൂട്ടിയിൽ കയറിയിരുന്നോ എന്ന് അങ്ങനെ നിരന്തരം 3-4 പ്രാവശ്യം. അതല്ലാതെ വേറെ കുറേ ചോദ്യങ്ങൾ, അതായത് വണ്ടിയുടെ അടുത്ത് വന്നിരുന്നു, വീണ്ടും ഈ സംഭവത്തിന് ശേഷം നിങ്ങളെ ഡോറ് തുറന്നു, വണ്ടിക്കകത്ത് നോക്കിയോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും കൂലിപ്പണിക്ക് പോകുന്നവനായാലും നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ജോലി എടുക്കുന്നവരായാലും, ഒരു വർഷത്തിന് നടന്ന ഒരു സംഭവം ഒരു ഡേറ്റും പറഞ്ഞിട്ട് ആ ദിവസം നിങ്ങൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, അന്ന് നിങ്ങൾ ജോലി ചെയ്തിരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? അത് പുള്ളിക്കാരൻ പറഞ്ഞ് അന്വേഷിച്ചിട്ട് പറയാമെന്ന്. അത് നമ്മൾ ആ ഡ്യൂട്ടി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാം നമ്മളന്ന് ജോലി ചെയ്തിരുന്നോ ഇല്ലെന്ന്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് ആ ട്രാൻസ്പോർട്ട് ഓഫീസിലെ നിങ്ങൾ അവിടെ പോയി തിരക്കിയാൽ നിങ്ങൾക്ക് ഈ ചാർട്ട് കിട്ടും, നിങ്ങൾക്ക് ആ ഡ്യൂട്ടി ആ ബുക്ക് കിട്ടും, നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാക്കാമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് അയാൾ ഡ്യൂട്ടി ചെയ്തിരുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇയാളോട് ചോദിച്ചാൽ പോരെ. എങ്കിലും ഇയാൾ കള്ളം പറയുന്നത്, ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കള്ളമാണെന്ന് തെളിയത്തില്ലേ? നിങ്ങൾക്ക് അതൊന്നും വയ്യ. ഒരു വാർത്തയിൽ ആരെങ്കിലും ഒന്ന് ഇടം നേടിയാൽ മൈക്കും പിടിച്ചുകൊണ്ട് അവരെ പിറകെ പോകുക. ഇതിൻ്റെ പിന്നാമ്പുറത്തിൽ തന്നെ ആ മേയറുടെ വണ്ടി ഓടിച്ച ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ ആരാണെന്ന് നിങ്ങൾക്കൊരു വാർത്ത കൊണ്ടുവരാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ? അതല്ല, അതിൻ്റെ കണ്ടക്ടറുണ്ട്. ആ കണ്ടക്ടർ ആരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ സാഹചര്യം ഒന്ന് അയാളോട് തിരക്കൂ. അയാളുടെ ഒരു ഡീറ്റെയിൽസ്, അയാളുടെ ഒരു ബൈറ്റെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല. ഇദ്ദേഹം ഒരു പ്രമുഖ ചാനലാണ് ഈ വാർത്ത ആദ്യമായിട്ട് ദൃശ്യസഹിതം കാണിച്ചത്. അതിനുശേഷമാണ് മറ്റുള്ള മാധ്യമക്കാർ ഇതിനെ ഏറ്റുപിടിച്ചത്. പിന്നെ ഇയാളുടെ പിന്നോലെ പോവുകയാണ്. ആ MLA ഉണ്ട്, ആ MLA ആ ബസ്സിനകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു. അത് നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ലേ? നിങ്ങൾ ആ ബസ്സിനകത്ത് കയറിയോ, യാത്രക്കാരെ ഇറക്കി വിട്ടോ സംഭവം എന്ന് ചോദിക്കാത്തത് എന്താ? അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റില്ല. ഈ പാവപ്പെട്ടവൻ്റെ മേലെ കുതിര കയറുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. കാരണം അവരാകുമ്പോൾ പ്രതികരിക്കില്ലല്ലോ. നമുക്ക് ഈ പണ്ടൊരു ഇതുണ്ട്, തരത്തിന് കളിക്കാൻ പോകണം. കാരണം തരത്തിലല്ലാത്തവരോട് കളിച്ചാൽ പണി കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ഇങ്ങനെ ഈ മുരട്ട് പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യം ചോദിച്ചാൽ അടുത്ത് നിങ്ങളെ നാവ് പൊങ്ങില്ല, അറിയാമോ? ആ പുള്ളിക്കാരൻ വളരെ രീതിയിൽ ഒഴിഞ്ഞു മാറാൻ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന മറുപടി? ആ മറുപടി, കാരണം ചാനലിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ചാനലിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇയാളുടെ വായിൽ വീണം, പിറ്റേ ദിവസം വെണ്ടയ്ക്ക അക്ഷരത്തിൽ പത്രത്തിലത് വരണം. അത്രയല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ കണ്ടക്ടറിൻ്റെയും ആ മേയറുടെ വണ്ടി ഓടിച്ച ഡ്രൈവറുടെയും ആ MLAയുടെയൊക്കെ പുറകെ പോയിട്ട് അവരുടെ നിലപാട്, അല്ലെങ്കിൽ അവരോട് ചോദിക്കണം എന്താണ് സംഭവിച്ചതെന്ന്. അവരും പറയട്ടെ കാര്യങ്ങൾ, അവർക്കും അറിയാമല്ലോ, അവർ ദൃസാക്ഷികളല്ലേ. അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ, MLAയുടെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, അതെന്താ നിങ്ങൾക്ക് ഭയമാണോ? ഈ മേയറുടെ വണ്ടി ഓടിച്ച ഒരു ഡ്രൈവറുണ്ട്. അദ്ദേഹം എല്ലാ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ആ സീബ്ര ലൈനിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത്. MLAയേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ സംസാരിച്ചതും എനിക്ക് തോന്നുന്നു ആ കൂടെയുള്ള വ്യക്തികൾ, ആ ഡ്രൈവർ ഇതിൽ ഉൾപ്പെടാം. ആ ഡ്രൈവറുടെ ഒരു മൊഴിയെടുക്കുകയോ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അത് അന്വേഷിക്കുകയോ അദ്ദേഹത്തോട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഇവരൊരു കല്യാണ പാർട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ആ ഡ്രൈവറെ എന്തുകൊണ്ട് ലഹരി ഉപയോഗിച്ചതിന് ടെസ്റ്റ് ചെയ്തില്ല? ഈ പോലീസ് എന്തുകൊണ്ട് ആ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തില്ല? 2 പരാതികൾ കൊടുത്തപ്പോൾ ഒരു പരാതിയിന്മേൽ മാത്രം അന്വേഷണം നടത്തുക. അതെങ്ങനെയാണ് ശരിയാവുക? വേറെ വല്ല രാജ്യത്തുമാണ്
ഇങ്ങനെ വണ്ടി ഓടിച്ച് ട്രാഫിക് നിയമം തെറ്റിച്ചിരുന്നുവെങ്കിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ആ സ്പോട്ടിൽ പുള്ളി അറസ്റ്റായിരിക്കും. കാരണം എല്ലായിടും CCTVകളുണ്ട്. പാവപ്പെട്ടവൻ ഒരു വര ഒന്ന് തെറ്റിച്ച് കടന്നാൽ അത് നമുക്ക് 1 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകത്ത് നമുക്ക് ഫോട്ടോ സഹിതം പെറ്റി വരും. ഈ നഗ്നമായ ഈ നിയമലംഘനം ഈ ഡ്രൈവർ നടത്തിയിട്ട്, അതായത് മേയറുടെ ഡ്രൈവർ അദ്ദേഹം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ട്രാഫിക് പോലീസിനെതിരെ നടപടിയെടുക്കാത്തത്? ട്രാൻസ്പോർട്ട് വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഒരു പെറ്റി നോട്ടീസെങ്കിലും അയക്കാൻ അവരെ കൊണ്ട് സാധിച്ചോ? അതിൻ്റെ പിന്നാലെ എന്താണ് പോകാത്തത്? ഒരു പാവം ഒരു മാധ്യമത്തിൽ എങ്ങനെയോ വാർത്തകളിൽ ഇടം നേടിയ ഒരാളിനെ, ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് അവൻ്റെ പിറകെ ഇങ്ങനെ മൈക്കും കൊണ്ട് ക്യാമറയും കൊണ്ട് നടക്കുകയാണ്.